കുറച്ച് കാര്യങ്ങൾ അവളോട് പറഞ്ഞത് തന്നെ കുഴപ്പമായി. ഇപ്പോ അവൾ അച്ഛന്റെ വീട്ടുകാരെ പറ്റി ചോദിക്കുക. ദേ, ഞാൻ അനിയുടെ പേര് പോലും ഇതുവരെ മോളോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞ ഉറപ്പായും അവള് നമ്മുടെ കോളേജിൽ പോയി പഴയ ഫയലുകൾ തപ്പിയെടുത്ത് അനിയുടെ അഡ്രസ്സ് ചികഞ്ഞെടുക്കും. ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തിയെടുക്കാൻ അവൾ ഏതറ്റം വരെയും പോവും. അനിയെ പോലെ തന്നെ അല്ലേ? അതെ, ചില നേരത്തെ സംസാരമൊക്കെ അതുപോലെ തന്നെയാ. മറ്റു ചിലപ്പോ മായ പോലെയും. മായയുടെ ഒരു ഛായയും അവക്കുണ്ട് അല്ലേ? അതെ. ആദ്യം അവളെ കണ്ടപ്പോ ആളെ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അടുപ്പം തോന്നിയത് പോലും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ സമയത്ത് സ്വാമി അങ്ങനെ പറയുകയും ചെയ്തിരുന്നത്. എന്നിട്ടും ഞാൻ അവളെ തിരിച്ചറിഞ്ഞില്ല. അമ്മ ആരോടാ മാറി നിന്ന് ഫോണിൽ സംസാരിക്കുന്നത്? തൽക്കാലം അനിയുടെ കുടുംബത്തെക്കുറിച്ചും മായയായിട്ടുള്ള രക്തബന്ധത്തെക്കുറിച്ചൊന്നും അവളോട് പറയണ്ട. അവൾ ഇനിയും ഈ നഗരത്തിൽ തന്നെ ജീവിക്കേണ്ടവളാ. അനിയുടെ കുടുംബവും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഞാനുമായി ഇപ്പോഴും അത്ര രസത്തിലല്ല. കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത ഇതുവരെ മാറിയില്ലേ? ഇല്ല. രണ്ട് ബിസിനസ് കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത അങ്ങനെയൊന്നും മാറില്ലടോ. അനിയും ഞാനും സുഹൃത്തുക്കളായിരുന്നതുകൊണ്ട് ശത്രുത അവസാനിപ്പിക്കാൻ ഞങ്ങൾ പല രീതിയിലും ശ്രമിച്ചു. പക്ഷേ നിശ്ചയിച്ച കല്യാണത്തിന്റെ തലേന്ന് മായ എൻ്റെ കൂടെ ഇറങ്ങി വന്നതോടെ അനിയും എന്നെ വെറുത്തു. അതൊക്കെ പ്രിയയ്ക്കും അറിയാവുന്നതല്ലേ? അറിയാം. പക്ഷേ സത്യന്റെ മക്കള് അവരുടെയും കൂടി ചോരയല്ലേ? കാലം ആ മുറിവുകൾ മായ്ച്ചു കളഞ്ഞെന്നാ ഞാൻ കരുതിയത്.